أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 280, 281 ആയത്തുകൾ. അതിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരു തിരുത്തു പറയാനുണ്ട്. 277 ആയത്ത് ഓതിയപ്പോൾ വളരെ മോശമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഅഖാമുസ് സ്വലാത്ത വആത്തവുസ് സക്കാത്ത എന്നത് തെറ്റിച്ചിട്ട് വആത്തുസ് സക്കാത്ത എന്നാണ് ഓതിയത്. അഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാത്ത എന്ന് ഖുർആനിൽ ധാരാളമുണ്ട്. ഇത് ആത്തവുസ് സക്കാത്തയാണ്. ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് കുറച്ച് ധൃതിയിൽ ചെയ്തൊരു പണിയായിരുന്നു ആ ക്ലാസ്. മുസാഫിൽ നോക്കാതെ നോട്ടിൽ നോക്കിയാണ് ഓതിയത്. നല്ല പരിചയമുള്ള ആയത്തല്ലേ എന്ന് കരുതിയിട്ട്. അതിൻ്റെ ഇടയിൽ നാക്കുപിഴ വന്നത് അതൊന്നും ന്യായീകരണമല്ല, തെറ്റ് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെ കൂടി ഉൾപ്പെടുത്തണം. വഇൻകാന അവൻ ആണെങ്കിൽ ദൂ ഉസ്റത്തിൻ പ്രയാസമുള്ളവൻ ഫനളിറത്തുൻ നളറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോക്കി എന്നാണല്ലോ. ഉദ്ദേശ്യം സാവകാശം നൽകുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നൊക്കെയാണ്. വെയിറ്റ് ചെയ്യുക എന്നുള്ളതിന് അറബികൾ സാധാരണ ഒന്നും പറയും. ഫനളിറത്തുൻ അപ്പോൾ കാത്തിരിക്കേണ്ടതാകുന്നു. ഇലാ മൈസറ യുസ്ർ ഉള്ള സന്ദർഭം വരെ. യുസ്ർ എളുപ്പം, മൈസറ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സന്ദർഭം അല്ലെങ്കിൽ ആശ്വാസകരമായ സമയം, സന്ദർഭം എന്നൊക്കെ അർത്ഥം. വൻ തസദ്ദഖു ഖൈറുൽ ലക്കും നിങ്ങൾ സദഖ ചെയ്യലാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ സദഖ ചെയ്യലാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ ഒരു ദിവസത്തെ. തുർജഊന ഫീഹി ഇലല്ലാഹ് തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നു. ഫീഹി അതിൽ ഇലല്ലാഹി അല്ലാഹുവിലേക്ക്. സുമ്മ തുവഫ പിന്നീട് പൂർണ്ണമായി നൽകപ്പെടും. കുല്ലു നഫ്സിൻ എല്ലാ ആത്മാവുകളും മാ കസബത്ത് അത് സമ്പാദിച്ചത്. വഹും ലാ യുദ്ലമൂൻ അവർ ഒട്ടും അനീതി കാണിക്കപ്പെടുന്നവരല്ല. പലിശയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു തുടർച്ചയാണ്. പലിശ ഉടൻ നിർത്തലാക്കണമെന്നാണല്ലോ തൊട്ട് മുമ്പിലുള്ള ആയത്തിന്റെ അർത്ഥം. വദറു മാ ബഖിയ മിന റിബ ഇനി പലിശ കിട്ടാനുള്ളത് വാങ്ങരുത്, അത് ഉപേക്ഷിക്കൂ. ഫഇല്ലം തഫ്അലു ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹ് അത് ചെയ്യുന്നില്ലെങ്കിൽ യുദ്ധമാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ വളരെ കർശനമായ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള വർത്തമാനമാണ് തൊട്ട് മുമ്പിലെ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫലക്കും റൂസു അംവാലിക്കും വൈൻ തുബുത്തും ഫലക്കും റൂസു അംവാലിക്കും നിങ്ങൾക്ക് മൂലധനം തിരിച്ചു കിട്ടും, അതില് അനീതി കാണിക്കപ്പെടാനും പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ധ്വനിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ പലിശ ഇതോടുകൂടി നിർത്തിയിരിക്കുന്നു,
ഒപ്പം മൂലധനം തിരിച്ചു കൊടുക്കണം എന്നും പറഞ്ഞാൽ അപ്പൊ തന്നെ മൂലധനം അങ്ങോട്ട് കൊടുക്കണം എന്നും ഒരു ധാരണ പരക്കാൻ സാധ്യതയുണ്ടല്ലോ. അത് ദൂരീകരിക്കുകയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ. മൂലധനം ഉടനെ കൊടുക്കുക, അങ്ങനെ കഴിയുന്ന ആളാണെങ്കിൽ അയാൾ കടം വാങ്ങൂലായിരുന്നല്ലോ. കടം വാങ്ങിയത് തന്നെ ആവശ്യത്തിന് പണം ഇല്ലാത്തത് കൊണ്ടാണ്. അന്ന് ആളോട് ഇപ്പൊ തന്നെ ഈ ആയത്തിറങ്ങിയ ഉടനെ തന്നെ മൂലധനം തിരിച്ചു കൊടുക്കണം എന്ന് പറയല് അതൊരു ദുൽമാണ്. അതൊന്നും അല്ലാഹു തആല ചെയ്യില്ല. അതും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, അനീതി കാണിക്കാൻ പാടില്ല, കാണിക്കപ്പെടാനും പാടില്ല എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അങ്ങനെ ഈ മുമ്പ് പലിശക്ക് കടം വാങ്ങിയ ആള് പലിശ തിരിച്ചു കൊടുക്കേണ്ടതില്ല, പക്ഷെ മൂലധനം തിരിച്ചു കൊടുക്കണം, അതിന് പ്രയാസമുണ്ടെങ്കിൽ എന്നാണ് വൈൻകാനതോ ഉസ്റത്തിൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് വേണം? ഫനളിറത്തുൻ ഇലാ മൈസറ, അവന് തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു സന്ദർഭം വരെ കടം കൊടുത്തയാള് കാത്തിരിക്കണം. സാധാരണഗതിയിൽ അവധി നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി പലിശയിലില്ല. പകരം ഉള്ളത് അതും കൂടി അതിന്റെ പലിശ കൂടി കണക്കാക്കിയിട്ട് പിഴപ്പലിശയും കൂടി കൂട്ടിയിട്ട് പലിശ വർദ്ധിപ്പിക്കുന്ന പരിപാടിയേ ഉള്ളൂ. അത് പറ്റുകയില്ല. എപ്പോഴാണോ തിരിച്ചു തരാൻ പറ്റുന്ന ഒരു പ്രയാസമില്ലാതെ തിരിച്ചു തരാൻ പറ്റുന്ന ഒരു സന്ദർഭം വരുന്നത് അതുവരെ അവധി നീട്ടിക്കൊടുക്കണം എന്ന് കൽപ്പിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അല്ലാതെ അവനെ ജപ്തി, അവന്റെ വീട്, അവന്റെ ഭക്ഷണം പാത്രങ്ങള്, അതുപോലെ അവന്റെ വസ്ത്രം, ഇങ്ങനെ അവന്റെ തൊഴിലുപകരണങ്ങള്, ഇതെല്ലാം പോയി ജപ്തി ചെയ്യുന്ന പരിപാടിയല്ല വേണ്ടത്. സമയം നീട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഉത്തരവിടുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. വൻ തസദ്ദഖു ഖൈറുൽ ലക്കും, നിങ്ങൾ സദഖ ചെയ്യലാണ് നിങ്ങൾക്ക് നല്ലത്. അഥവാ കടം കൊടുത്തവർക്ക്, പലിശക്ക് നേരത്തെ കടം കൊടുത്തവർക്ക് നല്ലത് പലിശ മുതലും വേണ്ടെന്ന് പറയലാണ്. കാരണം പലപ്പോഴും ഇത്തരം കേസുകളിൽ കടം കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി പലിശയായിട്ട് തന്നെ വസൂലാക്കിയിട്ടുണ്ടാകും മുതലിനേക്കാളും. അതുപോലെ പലിശയിൽ നിന്ന് ഈ ആളുകള് മുൻകാലത്ത് നടത്തിയ പലിശയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. നേരത്തെ പറഞ്ഞു അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹുവിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പ്രായശ്ചിത്തം എന്ന നിലക്ക് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടുള്ള കാര്യം ധാരാളമായി സദഖ നൽകുക എന്നതാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് ഇത്. പ്രയാസപ്പെടുന്ന മനുഷ്യന് അതിനി വേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ വാൻ തസദ്ദഖു എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഖൈറായ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന കടം മേടിച്ച് തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നവന്, അവന് അത് വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് സാധാരണ സദക്കയേക്കാളും വലിയ പ്രതിഫലം കിട്ടും എന്നൊക്കെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അർശിന്റെ തണല് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എണ്ണിപ്പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ വലിയ ഗുണമാണ് അത് മുഖേന നിങ്ങൾക്ക് ഉണ്ടാകുക. ഇൻ കുന്തും തഅലമൂൻ, അത് മുഖേന കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്നർത്ഥം. അഥവാ നിങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയാൽ കിട്ടുന്നത് ആ കൊടുത്ത കാശാണ്. അതേ സമയത്ത് അവനത് തരാൻ പറ്റാത്ത അവസരത്തിൽ അത് വിട്ടുകൊടുത്താൽ കിട്ടുന്നത് അതിനേക്കാളും എത്രയോ വലുതാണ്. അതിന്റെ വലിപ്പം നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്നാണ് ഇൻ കുന്തും തഅലമൂൻ എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത്. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തിക്കപ്പെടും അഥവാ മടക്കപ്പെടും. അങ്ങനത്തെ ദിവസത്തെ സൂക്ഷിക്കുക. അഥവാ അത്തരം ദിവസങ്ങളിൽ ചെന്ന് നിൽക്കാനുള്ളതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് വിട്ടുകൊടുക്കലാണ് നല്ലത് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അല്ലാഹു തആല ഈ ആയത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനം ഇറങ്ങിയ ആയത്താണ് എന്ന് പറയുന്നുണ്ട് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വഹി എഴുത്തുകാരോട്, ഈ ആയത്ത് പലിശയുടെ ആയത്തിന്റെയും കടത്തിന്റെ ആയത്തിന്റെയും ഇടയിൽ വെക്കൂ. അടുത്ത ആയത്ത് ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്താണ്.
മുമ്പിലുള്ളതൊക്കെ പലിശയുടെ ആയത്തുമാണ്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വെക്കൂ ഈ ആയത്ത് എന്ന് അവിടുന്ന് പറഞ്ഞത് പ്രകാരമാണ് ഈ ആയത്തിന്റെ സ്ഥാനം ഇവിടെയായത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ വന്നപ്പോ ഇത് കടത്തെ സംബന്ധിച്ചുമാണ്, പലിശയെ സംബന്ധിച്ചുമാണ്. പലിശയെ സംബന്ധിച്ച് പറഞ്ഞ വർത്തമാനത്തിന്റെ ഒരു ഉപസംഹാരമാണ്, നിങ്ങൾ പരലോകത്തെ ഓർക്കണം. ഇനി കടത്തെ സംബന്ധിച്ച് പറയുന്നതിന്റെ ഒരു തുടക്കമാണ്. അഥവാ കടം വാങ്ങിയവനും എന്തുണ്ടാവണം? പരലോകത്തെ കുറിച്ച് ബോധം ഉണ്ടാക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. കാരണം ഇപ്പോ ഈ നേരത്തെ ഫനളറത്തുനില മൈസറ എന്ന് പറഞ്ഞു, എളുപ്പമുള്ള സന്ദർഭത്തിൽ ചില ആളുകൾക്ക് കടം വീട്ടാൻ ഒരിക്കലും മൈസറ വരൂല. വേറെ പലതിനും അവര് പണം ചെലവാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് കടം വാങ്ങിയ ആള് ചോദിക്കുമ്പോ ഇപ്പൊ പൈസയൊന്നും ഇല്ല, അതിന് ചെലവായി ഇതിന് ചെലവായി. ആ ചെലവുകളൊന്നും പലപ്പോഴും അത്യാവശ്യ ചെലവുകൾ പോലും ആയിരിക്കുകയില്ല. അത്യാവശ്യ ചെലവ് എന്ന് പറഞ്ഞാൽ കടം വീട്ടാതിരുന്നാൽ അയാൾക്ക് പരലോകത്തത് വീട്ടേണ്ടി വരും. അതിൽ നിന്ന് തടയുന്ന ഈ ചെലവ് നടത്താതിരുന്നാൽ അതിന് അയാൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരാൾക്ക് പരാതി പറഞ്ഞതാണ്, കടം തരാനുള്ള വാങ്ങിയ സംഖ്യ തിരിച്ചു തരുന്നില്ല. അത് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയും ഇപ്പൊ പൈസയൊന്നും ഇല്ല എന്ന്. വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് മുറ്റത്ത് കട്ട പതിക്കുകയാണ്. മുറ്റത്ത് കട്ട പതിക്കാതിരുന്നാൽ അല്ലാഹു തആല ചോദ്യം ചെയ്യൊന്നുമില്ല. പക്ഷെ കടം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനദ്ദൈനി വൽ മലാലിമി വന്നാർ, നരകത്തിന്റെയും അക്രമത്തിന്റെയും കൂടെ അള്ളാഹുവിനോട് അഭയം തേടിയ സാധനമാണ് കടം എന്ന് പറയുന്നത്. അതുകൊണ്ട് കടം വാങ്ങുന്നവനും ബോധമുണ്ടാകണം അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ളതാണെന്ന്. അതുപോലെ കടം കൊടുത്തവനും ബോധമുണ്ടാകണം. എന്നിട്ട് അവിടെ തനിക്ക് ഏതാണോ നേട്ടമാകുക എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കാനാണ് കടത്തിന്റെ ആയത്തിന്റെയും പലിശയുടെ ആയത്തിന്റെയും ഇടയിൽ ഇത് കൊണ്ടുവന്നു വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്. ആ ദിവസം കൊണ്ട് കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കൾക്കും അത് സമ്പാദിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. അഥവാ ഒരു കുറവും വരികയില്ല. ഇവിടുന്ന് ദുന്യാവിൽ നിന്ന് സമ്പാദിച്ചതിനുള്ള പ്രതിഫലമാണ് അവിടെ കിട്ടുക. ദുന്യാവിലെ പ്രവർത്തനങ്ങൾക്കാണ് ഈ കസബത്ത് എന്ന് ഖുർആൻ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെയും നമ്മൾ അത് വന്നപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പ്രവർത്തനങ്ങൾക്ക് കസബത്ത്, ലഹാമ കസബത്ത് അലൈഹ മക്തസബത്ത്, ഇനിയും വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ധാരണ പ്രവർത്തനങ്ങളോടുകൂടി തീർന്നു പോകുന്നു എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മേലോട്ട് അയക്കുകയാണ്. പിന്നെ അപ്ലോഡ്, അതവിടെ സേവ്ഡ് ആണ്. എവിടെ? നമ്മുടെ രേഖയിൽ, നമ്മുടെ കിതാബിൽ. അല്ലാതെ തീർന്നു പോകുകയല്ല. നമ്മൾ സംസാരിച്ച മുഴുവൻ സംസാരവും റെക്കോർഡാണ്. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചു. ഇപ്പൊ നമ്മളൊക്കെ തന്നെ നെറ്റിൽ ഒരുപാട് സംഗതികൾ സൂക്ഷിക്കുന്നത് ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ ക്ലൗഡ്, ഇങ്ങനൊക്കെ ഓരോ സാധനമുണ്ട്. നമ്മൾ എത്രയോ കൊല്ലം മുമ്പ് ചെയ്ത ഒരു സാധനം ഇപ്പോഴും അതിൽ കിടക്കുന്നുണ്ട്. 10-12 കൊല്ലം മുമ്പ് അയച്ച ഇമെയിൽ അതിന്ന് എടുക്കാൻ പറ്റി. ഇപ്പോ ഇങ്ങനെ അതൊക്കെ അവിടെ കിടക്കുകയാണ്. അല്ലാതെ അതുകൊണ്ട് അവസാനിച്ചു പോകുകയല്ല ചെയ്തത്. എന്നതുപോലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ അപ്ലോഡും സേവും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ കുമിഞ്ഞുകൂടി വരിക തന്നെയാണ്. അതാണ് ആ ആശയം, ആ സിദ്ധാന്തം, അത് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കാണ് കസബത്ത് എന്ന് പ്രവർത്തനങ്ങളെ കുറിച്ച്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, എല്ലാ നഫ്സും അത് സമ്പാദിച്ചതിന് പണയം വെക്കപ്പെട്ട വസ്തുവാണ്. എത്ര മനോഹരമാണ്, എത്ര അർത്ഥവത്താണ് ഖുർആന്റെ പ്രയോഗങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും നന്മ സമ്പാദിച്ചവന് നന്മയും തിന്മ സമ്പാദിച്ചവന് തിന്മയും പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, ഒരനീതിയും കാണിക്കപ്പെടുകയില്ല. അഥവാ ചെയ്യാത്തതിന്റെ ശിക്ഷ
കിട്ടുകയോ അല്ലെങ്കിൽ ചെയ്യാത്ത നന്മയുടെ പ്രതിഫലം ആർക്കെങ്കിലും സ്വാധീനം ചെലുത്തി കൈക്കലാക്കാൻ പറ്റുകയോ ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് പലിശയെ തുടർന്നും കടത്തിന്റെ മുമ്പും അള്ളാഹു ഓർമ്മയാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിർഭയരായി അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.